everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഒരു മറുപടിയാണ്. അല്ലെങ്കിൽ പലപ്പോഴായി ഒരുപാട് ആളുകൾ ഒരുപോലെ ചോദിച്ച ഒരു കാര്യമാണ്. അവരുടെ ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്ന രീതിയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഒന്നുകൂടി മെച്ചപ്പെട്ടേനെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിരുന്നു എൻ്റെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിനോടുള്ള എല്ലാ എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ അതിനോടുള്ള വിശ്വാസം തന്നെ കളഞ്ഞത് ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വരവോടുകൂടിയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഒരുപക്ഷെ ഇത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന കാര്യമായിരിക്കാം. എനിവൈസ്, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മുടെ ലൈഫിൽ നിന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് വീഴാതെ നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ ഒരു മോശമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചാടാതെ നമുക്ക് എങ്ങനെയാണ് നമ്മളെ സേവ് ചെയ്യാൻ പറ്റുക? അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ബിഫോർ ഗോയിങ് ടു വീഡിയോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എനിക്ക് ഹാപ്പിയായി കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ട ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അതിനുള്ള ഗൈഡൻസ് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, അതായത് മോശമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ഒട്ടും നമുക്ക് യോജിക്കാത്ത ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നമ്മളെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എൻറ്റേർഡ് ആയി, അത് വളരെ യാദൃശ്ചികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പല സിറ്റുവേഷനിലായിരിക്കും നമുക്ക് റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായി വന്നു ചേരുന്നുണ്ടായിരിക്കാം. എനിവേസ്, ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും റെഡ് ഫ്ലാഗുകൾ കാണാനിടയായാൽ തീർച്ചയായും അത് മുഖവിലേക്ക് എടുക്കുക. അതായത് അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ റെഡ് ഫ്ലാഗുകൾ വളരെ നമുക്ക് ഒരുപക്ഷെ അത് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കും, അതല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. എനിവേസ്, അത് എപ്പോഴാണ് എന്നുള്ളതല്ല, റെഡ് ഫ്ലാഗുകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് റെഡ് ഫ്ലാഗ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചില റെഡ് ഫ്ലാഗുകൾ എന്താണെന്നുള്ളത് പറയാം. ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. അതിന്റെ റീസൺ എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഓവർ പൊസസീവ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോക്സിക് ആയി പെരുമാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ഒരു ഫ്രീഡം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും അനുഭവിക്കാൻ പറ്റാത്തതായിരിക്കാം. ഇതൊക്കെ ആ ഒരു റെഡ് ഫ്ലാഗിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എനിവേസ്, ഒരുപാട് റെഡ് ഫ്ലാഗുകൾ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മുഖവിലക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ നമുക്ക് യോജിക്കാത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എൻറ്റേർഡ് ആകുന്നതിനേക്കാൾ എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യവും ഇത് തന്നെയാണ്. രണ്ടാമതായി നമ്മൾ നമ്മളെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് എന്നുള്ള രീതിയിൽ ചെയ്യാതിരിക്കുക. അതായത് ഒരു റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അൺകണ്ടീഷണൽ ലവ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്നോട് അമിതമായ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എന്നോട് വളരെ അഗാധമായ സ്നേഹത്തിലാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്നതിനെ കുറിച്ചൊന്നും നമുക്കൊരു അറിവില്ലാതെയായി പോകുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, എല്ലാ കാര്യങ്ങളും അതേ മൊമെന്റിൽ തന്നെ പറയണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഇവിടെ പ്രശ്നമായി വരും എന്നുള്ളതാണ്. സോ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും റഷായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നില്ല. അതാണ് പലപ്പോഴും നമ്മളെ ഒരു റിഗ്രറ്റിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെ സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ബിൽഡ് ആവുന്നത് വളരെ പതുക്കെയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായി നമ്മൾ ഒന്നും ആലോചിക്കാതെ
ചിന്തിക്കാതെ ഒരു എടുത്തുചാട്ടം എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി എന്നുള്ളത് കൊണ്ട് മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അതിനൊരു കൺട്രോൾ വരുത്തണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ കാര്യം. പലപ്പോഴും ഈ കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യാൻ പറ്റും. മൂന്നാമതായി നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വ്യക്തി നമ്മളോട് പറയുന്ന കാര്യവും ആ വ്യക്തിയുടെ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ, അതായത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി പറയുന്ന വാക്കിലും അവരുടെ പ്രവൃത്തിയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒട്ടും മാച്ച് അല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ വളരെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുക? തീർച്ചയായും പറ്റില്ല. കാരണം അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുകയും ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ഒട്ടും മാച്ചിങ് അല്ലാത്ത രീതിയിലാണ്, ഒട്ടും സത്യസന്ധമല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്നുകൂടി ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. സോ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അനുയോജ്യമല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ എൻറ്റേർഡ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് ചാടാതെ തന്നെ നമുക്ക് നമ്മളെ സ്വയം സേവ് ചെയ്യാനോ സാധിക്കുന്നതാണ്. അപ്പോൾ വേറൊരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെയായി അല്ലെങ്കിൽ അങ്ങനെയായി എന്നൊക്കെ പറയാനുള്ള ഒരു അവസരം പലപ്പോഴും ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് ചാടാതെ സ്വയം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്